വാദിസ്, ഹെൻറിക് ഷീൻകെവിച്ച്. പ്രസിദ്ധീകരണം DC ബുക്സ്. ക്രിസ്തുവിനു പിൻപ് 1-ാം ശതകത്തിൽ നടന്ന ചരിത്ര സംഭവങ്ങൾക്ക് രൂപരേഖ നൽകിയ ഉദ്വേഗജനകമായ ഒരു ബൃഹത് കഥയാണ് പോളണ്ടുകാരനായ ഹെൻറിക് ഷീൻകെവിച്ച് ക്വോ വാദിസ് എന്ന ചരിത്രാഖ്യായികയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ളത്. നീറോയുടെ കാലത്തെ റോമാ നഗരം അതിൻ്റെ സകലവിധമായ ആർഭാടങ്ങളോടും ആഘോഷങ്ങളോടും ക്രൂരതകളോടും കൂടി ഈ കൃതിയിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനു പിൻപ് 64-ാം ആണ്ടാണ് ചരിത്രഘട്ടം. ആദ്യകാല ക്രിസ്തുമതത്തിൻ്റെ പ്രചാര ചരിത്രത്തോടൊപ്പം റോമാ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിൻ്റെ ആദ്യഘട്ടവും ഇതിൽ കാണാം. ഒരു ചരിത്രകഥയും ഒരു ആധ്യാത്മിക ചരിത്രവും ഒരു പ്രണയ പുരാണവും ഈ കൃതിയിൽ അടങ്ങിയിരിക്കുന്നു. ക്വോ വാദിസ് എന്ന പദത്തിൻ്റെ അർത്ഥം എങ്ങോട്ട് പോകുന്നു എന്നാണ്. വഴിമുട്ടിയ ഒരു ഘട്ടത്തെ അത് സൂചിപ്പിക്കുന്നു. ഇവിടെ നിന്ന് ഇനി നേരെ മുൻപോട്ട് പോകാൻ സാധ്യമല്ല എന്ന് തോന്നിച്ച ഒരു ചരിത്ര സന്ദർഭമാണ് ക്രിസ്തുമതത്തിൻ്റെ പ്രചാരത്തിന് വഴിയൊരുക്കിയത്. ഈ കൃതിയിലെ ആധ്യാത്മിക ചരിത്രം വിശുദ്ധ അപ്പസ്തോലനായ പത്രോസിന്റെ മതപ്രചരണത്തിന്റെ കഥയാണ്. റോമാക്കാരുടെ സാമാന്യ ജീവിതവുമായി എത്ര വ്യത്യസ്തമാണ് ആധ്യാത്മിക പരിവേഷം പൂണ്ട് വേദനയിൽ പിടയുന്ന ക്രിസ്ത്യാനികളുടെ പുതിയ മാർഗമെന്ന് ഈ കൃതി വ്യക്തമാക്കുന്നു. സഹിഷ്ണുത, സഹതാപം, ദീനാനുകമ്പ, മനുഷ്യവർഗ സ്നേഹം, സമഭാവന എന്നിവയെല്ലാമാണ് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ഹെൻറിക് ഷീൻകെവിച്ചിൻ്റെ വിശ്വപ്രസിദ്ധ നോവലായ ക്വോ വാഡിസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ക്വോ വാഡിസ് എന്ന ആ നോവലിനെ അടിസ്ഥാനമാക്കി 1951 പിടിച്ച സിനിമ 8 അക്കാഡമി അവാർഡ് നോമിനേഷനുകൾ നേടി. 2000-ലേറെ പതിപ്പുകൾ ഈ നോവലിന് വിവിധ ഭാഷകളിലായി, ഏതാണ്ട് 59 ഭാഷകളിലായി ഉണ്ടായി. 1905 ആദ്യമായി പോളണ്ടിൽ ഒരാൾക്ക് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഈ പുസ്തകത്തെ കൂടി അടിസ്ഥാനമാക്കിയുള്ള സ്വീഡിഷ് അക്കാഡമിയുടെ ശുപാർശയന്മേലായിരുന്നു. നമുക്കതിൻ്റെ കഥയിലേക്ക് കടക്കാം. ഈ ക്വോ വാഡിസ് എന്ന നോവലിൻ്റെ കഥ ഒരു ലവ് സ്റ്റോറിയാണ്, ഒരു പ്രേമകഥയാണ്. ഒരു പട്രീഷ്യനായിരുന്ന, അതായത് ഒരു പ്രഭു, റോമൻ പ്രഭു എന്ന് പറയാം, ആയിരുന്ന മാർക്കസ് വിനീക്കസും ഒരു ക്രൈസ്തവ വനിതയായിരുന്ന വനിതയും തമ്മിലുള്ള പ്രേമത്തിൻ്റെ കഥയാണിത്. ഇതിൽ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് തുടങ്ങിയവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. കാരണം 1-ാം നൂറ്റാണ്ടിൽ നീറോയുടെ കാലത്താണ്, നീറോ ചക്രവർത്തിയുടെ കാലത്ത് നടക്കുന്നതാണ് ഈ കഥ. അതുകൊണ്ട് ക്രൈസ്തവരെ വലിയ തോതിൽ മതമർദ്ദനം നടത്തിയതിൻ്റെ കഥ കൂടിയാണ് ഇത്. ക്രൈസ്തവരെ കൂട്ടം കൂട്ടമായി സിംഹങ്ങൾക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുത്ത് റോമക്കാരായ ആളുകൾ സന്തോഷത്തോടു കൂടി അത് ഈ കൊളോസിയം, അന്ന് കൊളോസിയം പണിതിട്ടില്ല, അതുപോലെ ഒരെണ്ണം അന്ന് അവർ പണിതു, അതിലിരുന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നതിൻ്റെ ധാരാളം ചിത്രങ്ങൾ ഈ നോവലിലുണ്ട്. നീറോയും അദ്ദേഹത്തിൻ്റെ ചക്രവർത്തിനിയായിരുന്ന പൊപ്പേയ ലബീനയും ഒക്കെ ഇതിൽ
മതിമറന്ന് ആഹ്ലാദിക്കുന്നതാണ്. ഈ ക്രൈസ്തവരെ സിംഹങ്ങൾ തിന്നുകയും അവരെ കടിച്ചു കീറുകയും ചെയ്യുന്നത് കണ്ട സന്തോഷിക്കുന്ന ഒരു രംഗങ്ങൾ ഇതിൽ ധാരാളമുണ്ട്. അവസാനം നീറോ പറഞ്ഞു, ഇതുകൊണ്ടായില്ല, ക്രൈസ്തവരെയൊക്കെ ഓരോ കുരിശിന്മേൽ കെട്ടിവെച്ച് അവരെ കത്തിക്കണം, പന്തങ്ങളായിട്ട് അവരെ കത്തിച്ച് ആ വെളിച്ചത്തിൽ അദ്ദേഹം വലിയ ഒരു സൽക്കാരം നടത്തി. ഇതൊക്കെയാണ് ഇതിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ചില രംഗങ്ങൾ. ഇതെല്ലാം ഏറ്റവും ഭംഗിയായി ചരിത്രത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ഈ ഗ്രന്ഥകർത്താവ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കഥ ചെറുതായിട്ട് ഒന്ന് പറയാം. ഇതിൻ്റെ നായകനായ മാർക്കസ് വിനിക്യസിൻ്റെ അച്ഛൻ പ്രശസ്തനായ ഒരു ചരിത്ര പുരുഷനായിരുന്നു. പക്ഷേ ഈ മാർക്കസ് വിനിക്യസ് ഒരു ഭാവന സൃഷ്ടി മാത്രമാണ്. അദ്ദേഹം ഒരു കമാൻഡറായിരുന്നു. അദ്ദേഹം ബാർബേറിയൻസ് ആയിട്ടുള്ള ആളുകളെ, ടാർട്ടാർസിൻ്റെ ഇടയിൽ അവരെ തോൽപ്പിച്ച റോമിൻ്റെ ഒരു സേനാധിപനായിരുന്നു മാർക്കസ് വിനിക്യസ്. അങ്ങനെ കുറേ തോൽപ്പിച്ച് കഴിഞ്ഞ് അദ്ദേഹം റോമിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു അപകടം പറ്റി. അപ്പോൾ അദ്ദേഹം ഓളൂസ് പ്ലാറ്റീനൂസ് എന്ന് പറയുന്ന പണ്ട് ബ്രിട്ടൻ കീഴടക്കിയപ്പോൾ റോമിൻ്റെ ജനറലായിരുന്ന അദ്ദേഹത്തിൻ്റെ അവിടെ ചെന്ന് താമസിച്ചു. അവരദ്ദേഹത്തെ നന്നായിട്ട് ശുശ്രൂഷിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലിജിയ എന്ന ഒരു സുന്ദരിയായ യുവതിയെ ഈ മാർക്കസ് വിനിക്യസ് കാണുകയും അദ്ദേഹം അവളിൽ അനുരക്തനാവുകയും ചെയ്തു. അവളാകട്ടെ ഈ മാർക്കസ് വിനിക്യസിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ ധീരകൃത്യങ്ങളെക്കുറിച്ച് കേൾക്കുകയും ചെയ്തപ്പോൾ വാസ്തവത്തിൽ മറ്റ് പാവങ്ങളായ മറ്റ് ട്രൈബ്സിനെ ഇദ്ദേഹം കൊന്നൊടുക്കിയതിൻ്റെ കഥയൊക്കെ കേട്ടപ്പോൾ അതവൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ ഒരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലിജിയ ഒരു ഹോസ്റ്റേജ് ആയിരുന്നു. ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തോൽക്കുന്നവർ അവരുടെ ഭാര്യയെയോ മകളെയോ ഒക്കെ ജയിച്ചവർക്ക് ഒരു ഹോസ്റ്റേജായിട്ട്, അതായത് ഒരു ഈടാളായിട്ട് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്റ്റേജായിട്ട് കൊടുത്ത ഈ ലിജിയ, കലീന എന്നാണ് അവളുടെ ആദ്യത്തെ പേരായിരുന്നു, അവളെ ഈ ദമ്പതികൾ ദത്തെടുത്ത് വളർത്തുകയായിരുന്നു. അവിടെ താമസിച്ച നമ്മുടെ കമാൻഡർ മാർക്കസ് വിനിക്യസ് അവളിൽ വളരെയധികം ആകൃഷ്ടനാവുകയും അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ വെച്ച് അങ്ങനെ ഒരു കാര്യം നടക്കാത്തതാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്ന് തൻ്റെ അമ്മാവനായ, തൻ്റെ അങ്കിളായ പെട്രോണിയസിനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പെട്രോണിയസ് പറഞ്ഞു, അവൾ ഒരു ഹോസ്റ്റേജ് ആണെങ്കിൽ അവൾ ചക്രവർത്തിയുടെ സ്വത്താണ്, നീറോവിൻ്റെ സ്വത്താണ്. ഞാൻ ചക്രവർത്തിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചക്രവർത്തിയോട് പറയുകയും ഈ ലിജിയയെ ചക്രവർത്തിയുടെ സ്ത്രീകൾക്കുള്ള ഹാരം അല്ലെങ്കിൽ അവർക്കുള്ള ഭാഗത്തേക്ക് ഇവളെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ വിനിക്യസിന് അവളെ കൊടുക്കുന്നതിന് മുമ്പ് അവളെ ഒരു റോമൻ വിരുന്നിൽ പങ്കെടുക്കാൻ ചക്രവർത്തി നിർബന്ധിച്ചു. ആ വിരുന്നിൽ നടന്നിരുന്ന റോമിൻ്റെ എല്ലാ വൃത്തികേടുകളും
ലൈംഗികമായും മദ്യാസക്തി മൂലവും മറ്റെല്ലാ തരത്തിലുമുള്ള വൃത്തികേടുകൾ കണ്ടപ്പോൾ ലിജിയയ്ക്ക് വളരെ ഒരു ക്രിസ്തീയ വനിതയായിരുന്ന ലിജിയയ്ക്ക് അതിൽ വളരെ വെറുപ്പും അമർഷവും തോന്നി. അതുകൊണ്ട് അവൾക്ക് വിനീക്കേസിൻ്റെ കൂടെ മാർക്കസ് വിനീക്കേസിൻ്റെ കൂടെ പോകാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും മറ്റ് ക്രിസ്ത്യാനികൾ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അപ്പോൾ മാർക്കസ് വിനീക്കിയസിന് വളരെ വിഷമമായി. അയാൾ വീണ്ടും ചെന്ന് അയാളുടെ അമ്മാവനോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മാവൻ ചിലോ എന്ന പേരുള്ള ഒരു പൂച്ച സന്യാസി എന്ന് പറയാം, ഒരു പൂച്ച തത്വജ്ഞാനി എന്ന് പറയാം, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയാം, അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ ചിലോ അന്വേഷിച്ച് ഇവളൊരു ക്രിസ്ത്യാനിയാണെന്ന് കണ്ടുപിടിച്ചു. കാരണം ആദ്യം തന്നെ അവൾ ഈ മാർക്കസ് വിനീക്കിയസിനെ കണ്ട സന്ദർഭത്തിൽ നിലത്ത് ഒരു ഒരു മത്സ്യത്തിൻ്റെ പടം വരച്ചു. കാരണം ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ പരസ്പരം തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്നത് ഈ മത്സ്യത്തിൻ്റെ പടമാണ്. കാരണം അത് ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയ ഗ്രീക്ക് വാക്ക് ഫിഷ് എന്നാണ്. അങ്ങനെയാണ് ആ ഫിഷിൻ്റെ പടം അവൾ വരച്ചിരുന്നു. അത് അന്ന് പക്ഷേ മാർക്കസ് വിനീക്കിയസിന് അത് മനസ്സിലായില്ല. പക്ഷേ ഈ ചിലോനോട് ഇത് പറഞ്ഞപ്പോൾ ചിലോ പറഞ്ഞു, ശരി, അവളൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനികളൊക്കെ കൂടുന്ന ഒരു ദിവസമുണ്ട്. അവർ ദ ബിഗ് ഫിഷർമാൻ, വലിയ മീൻപിടുത്തക്കാരൻ ആയ പത്രോസ് അവിടെ റോമിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ എല്ലാ ക്രിസ്ത്യാനികളും വരും. അപ്പോൾ അവിടെ ഈ ലിജിയയും വരാതിരിക്കില്ല എന്ന് മാർക്കസ് വിനീക്കിയസിനോട് പറഞ്ഞു. അപ്പോൾ വിനീക്കിയസ് പറഞ്ഞു, ഞാനും എന്നാൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് വരും, വേഷപ്രച്ഛന്നനായിട്ട് ഞാൻ അവളെ കാണും, അവളെ പറ്റിയെങ്കിൽ തട്ടിക്കൊണ്ടുപോരും എന്നയാൾ പറഞ്ഞു. അങ്ങനെ ആ പ്രസംഗം കേൾക്കാനായിട്ട് ഇവർ പോയി. പത്രോസ്ലിയായുടെ പ്രസംഗം കേട്ടപ്പോൾ വിനീക്കിയസിന് കുറച്ച് മനസ്സൊക്കെ ഒന്ന് ഇളകി. കാരണം റോം ചെയ്തിരുന്ന ആക്രമങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ഇതൊക്കെ ഇയാൾക്ക് കുറേശ്ശെ ഇഷ്ടപ്പെടാതായി തുടങ്ങി. അതുപോലെ തന്നെ ധാരാളം അടിമകളെ വെച്ച് പുലർത്തിയിരുന്നവരാണ് റോമക്കാർ. അതിനോടും അദ്ദേഹത്തിന് ഒരു വെറുപ്പ് ഉണ്ടാകാനായിട്ട് തുടങ്ങി. അങ്ങനെ പക്ഷെ അവിടെ നിന്ന് ഈ ലിജിയയെ അയാൾ കണ്ട വശം അയാളുടെ ഈ ചിന്തകളൊക്കെ പോയി അവളെ തട്ടിക്കൊണ്ടു പോകാൻ അവളുടെ പിന്നാലെ പോവുകയാണ്. പക്ഷേ അവളുടെ ഒരു ഗാർഡിയൻ, അവളുടെ ഒരു അംഗരക്ഷകനുണ്ട്, ഡ്രസൂസ് എന്നാണ് അയാളുടെ പേര്. ഒരു ഭീമൻ്റെ വലുപ്പത്തിലുള്ള ആളാണ്. പക്ഷേ അയാളൊരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് അയാൾ എപ്പോഴും പറയുന്നത് കൊല്ലണത് ഒരു പാപമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ അയാൾക്ക് ഭയങ്കര ശക്തിയുള്ള ഒരാളാണ്. അയാൾ ഈ ലിജിയയെ ഈ മാർക്കസ് വിനീക്കസ് തട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ മാർക്കസിനെ തട്ടിയിടുന്നു. അയാൾ വീണു, പരിക്കേറ്റു. പക്ഷേ അയാളെ കൊല്ലുന്നില്ല. ലിജിയയും അവളുടെ മറ്റ് ക്രിസ്ത്യൻ സുഹൃത്തുക്കളും കൂടി അവളെ ശുശ്രൂഷിച്ച് അയാളെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഈ വിനീക്കിയസിൻ്റെ ക്രിസ്ത്യാനികളെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം വരാൻ തുടങ്ങി. ലിജിയയ്ക്ക് അയാളെ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ അയാളോട് വലിയ പ്രേമം ആരംഭിച്ചു. അത് അവൾ സെയിൻറ്റ് പോൾ, പൗലോസ്ലിയ അവിടെയുണ്ട്, ഈ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ, അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആളെ വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ വീണ്ടും അവിടെ നിന്ന് ഓടിപ്പോയി കാണപ്പെടാതായി. അങ്ങനെയിരിക്കെ നീറോ
ഒരു നീറോവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി ആൻറ്റിയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുഖവാസത്തിന് പോയി, റോമിൽ നിന്ന് കുറച്ചകലെ. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ട്രോയ് എന്ന് പറഞ്ഞ നഗരം കത്തുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇലിയാഡ് എന്ന പുസ്തകത്തിൻ്റെ, ഹോമറിൻ്റെ ഇലിയാഡിൻ്റെ ഇതിവൃത്തം അതാണ്. ആ ട്രോയ് കത്തുന്നതിനെക്കുറിച്ച് എന്ന പോലെ ഒരു നഗരം കത്തുന്നതിനെക്കുറിച്ച് എനിക്കൊരു കവിത എഴുതണം. ഇദ്ദേഹം എപ്പോഴും നീറോ ചക്രവർത്തി എപ്പോഴും കവിത എഴുതുകയും അദ്ദേഹത്തിൻ്റെ ഫിഡിൽ ഉപയോഗിച്ച് ആ കവിതകൾ പാടുകയും ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ ട്രോയ് കത്തുന്നതിനെക്കുറിച്ച് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു പട്ടണം കത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു നഗരം കത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എഴുതാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുക മാത്രമല്ല, അദ്ദേഹം റോമിന് തീ വയ്ക്കാനായിട്ട് തൻ്റെ പടയാളികളോട് കൽപ്പിക്കുകയാണ്. അവർ പോയി റോമിന് തീ വെച്ചു. ഈ കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാർക്കസ് വിനിക്കിയസിൻ്റെ അങ്കിൾ അത് തടയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ മറ്റുള്ളവർ, അദ്ദേഹത്തിൻ്റെ സ്തുതി പാഠകന്മാർ അത് കത്തിക്കുന്നതിനോട് വിരോധം പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, മാർക്കസ് വിനിക്കിയസ് ഈ റോം കത്തുന്നു എന്ന് കേട്ടപ്പോൾ ആൻറ്റിയത്തിൽ നിന്ന് ഒരു ഷാരിയറ്റ് എന്ന് പറഞ്ഞ രഥത്തിൽ കയറി റോമിലേക്ക് പോവുകയാണ്. അപ്പോൾ ചക്രവർത്തിനി ആയ പൊപ്പേയ, അതായത് നീറോവിൻ്റെ ഭാര്യ, അയാളെ പിടിക്കാനായിട്ട് ആളുകളെ വിടുകയാണ്. കാരണം അയാൾ പോകുന്നത് ഈ ലിജിയയെ രക്ഷിക്കാനാണെന്ന് അവൾക്കറിയാം. പൊപ്പേയ്ക്ക് ലിജിയയോട് വലിയ അസൂയയും വലിയ വിദ്വേഷവും ഒക്കെ ആയിരുന്നു. ആ കാരണം ഒരു കാരണം ഈ മാർക്കസ് വിനിക്കിയസിനെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്താൻ ഈ ചക്രവർത്തിനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾ കാമാശക്തി പൂണ്ട് അദ്ദേഹത്തോട് അടുത്തപ്പോൾ അദ്ദേഹം അതിനൊന്നും വശംവദനായില്ല. ആ കാരണം കൊണ്ട് അവൾക്ക് ഈ ലിജിയയോടും മാർക്കസ് വിനിക്കിയസിനോടും ഒരു വിദ്വേഷമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാർക്കസ് വിനിക്കിയസ് ചെന്ന് ഈ കത്തുന്ന തീയിൽ, പ്രസിദ്ധമായ റോം കത്തിയിരിക്കുമ്പോൾ നീറോ ഫിഡിൽ വായിച്ചു എന്നൊരു വലിയ ഫ്രേസ് തന്നെയുണ്ട്. അങ്ങനെ റോം അങ്ങനെ തന്നെ കത്തിയെരിഞ്ഞപ്പോൾ അവിടെ പത്രോസിനെയും ലിജിയെയും മാർക്കസ് വിനിക്കിയസ് രക്ഷിക്കുകയാണ്. ആ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പത്രോസ്ലിയ മാമോദിസ മുക്കുന്നുണ്ട്. ഇപ്പം ഒരു ക്രിസ്ത്യാനിയാക്കി മാമോദിസ മുക്കി. അതിനുശേഷം മാർക്കസ് വിനിക്കിയസ് പത്രോസിനോടും പൗലോസിനോടും പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഇനി ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ലിജിയയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആ ശരി, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. റോം കത്തി എരിഞ്ഞു. അങ്ങനെ നീറോ എല്ലായിടത്തും പറഞ്ഞു, ക്രിസ്ത്യാനികളാണ് ഈ റോമിൽ തീ വെച്ചത് എന്ന് പറയുകയും അവരെ എല്ലാം പിടിച്ചുകൊണ്ടുവന്ന് അവരെ എല്ലാം കൊല്ലാനായിട്ട് അദ്ദേഹം തയ്യാറായി. അതൊക്കെ ഒരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് കൊളോസിയത്തിൽ, അന്ന് കൊളോസിയം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അതുപോലെ ഒരെണ്ണം അവർ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഈ ക്രിസ്ത്യാനികളെയൊക്കെ സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയാണ് അവിടെ വെച്ച് സിംഹങ്ങൾക്ക് ഇട്ടുകൊടുത്തത്. അങ്ങനെ ആ ആഘോഷത്തിൽ ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഇത് വളരെ ക്രൂരമായ ഒരു വിനോദമാണ്, ആയിരക്കണക്കിന് ആളുകളെ ഇതുപോലെ കൊല്ലുന്നത്, അതും നിഷ്കളങ്കരായവർ, അവരല്ല കത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റം അവരുടെ പേര് ആരോപിച്ച് ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇതുപോലെ വേട്ടയാടുകയും അവരെ മുഴുവൻ സിംഹങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയും അവരെ മുഴുവൻ
ജീവനുള്ള പന്തങ്ങളായി നിർത്തി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനങ്ങൾക്ക് കുറേശ്ശെ മടുത്തു തുടങ്ങി. എങ്കിലും അതങ്ങനെ തുടർന്നു. ആ സമയത്ത് അവർ ഒരു കാര്യം ചെയ്തു. ലിജിയയെ അന്ന് അവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിജിയയെ ഈ സിംഹത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മാർക്കസ് വെനീഷ്യനെയും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ അരീന എന്ന് പറഞ്ഞാൽ ഈ വേദിയിലേക്ക് ഈ ലിജിയയെയും ലിജിയയുടെ അംഗരക്ഷകനായ വലിയ ഭീമാകൃതിയുള്ള ഡ്രസ്സസിനെയും കൊണ്ടുവന്നു. ഇവളെ അവിടെ നിർത്തി. എന്നിട്ട് ഒരു വലിയ ഒറോക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാട്ടുപോത്ത് എന്ന് തർജ്ജമ ചെയ്യാമെന്ന് തോന്നുന്നു. വലിയ കാട്ടുപോത്ത് പോലെയുള്ള ഒരു മൃഗത്തിനെ അവർ പട്ടിണിക്കിട്ടുണ്ടായിരുന്നു. അതിനെ ഇവിടേക്ക് അഴിച്ചു വിട്ടു. ആ മൃഗത്തിൻ്റെ കൊമ്പിൽ ഇവളെ നഗ്നയായി കെട്ടിവെച്ചു. എന്നിട്ട് ഈ ഡ്രസൂസ് എന്ന അംഗരക്ഷകനെയും അതിൻ്റെ മുമ്പിൽ നിർത്തിക്കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും നശിക്കും, അവർ രണ്ടുപേരും കൊല്ലപ്പെടുമെന്നുള്ളത് തീർച്ചയായിരുന്നു. ആ സമയത്ത് ഈ ഡ്രസൂസ് ഈ ഒറക്കോസ് എന്ന കാട്ടുപോത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് അതിനെ ഞെരിച്ച് കൊല്ലുകയാണ്. അത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ അയാളോട് വലിയ ബഹുമാനമായി, സ്നേഹമായി. അവർ ചെയ്തിരുന്നത് നമുക്കറിയാം. അതായത് കയ്യ് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചാൽ ആൾ ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. നീറോ ചുറ്റും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തുതി പാഠകന്മാരെല്ലാവരും കയ്യ് മുകളിലേക്കാണ് ഉയർത്തി നിൽക്കുന്നത്. ജനങ്ങളെ നോക്കി, ഈ ഗാലറികളിൽ നിറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ അദ്ദേഹം നോക്കിയപ്പോൾ അവരെല്ലാവരും കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ സീസറിന്, അതായത് നീറോന് വലിയ ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അദ്ദേഹം കൈ ഉയർത്തി അവർ ജീവിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ്. ഡ്രസ്സസും ലിജിയയും അതോടൊപ്പം മാർക്കസ് വിനീഷ്യസും. അങ്ങനെ അവർ പോയി. അവിടെ നിന്ന് അവർ പിന്നീട് അദ്ദേഹത്തിന് സിസിലി എന്ന ഇറ്റലിയുടെ തെക്ക് ഭാഗത്തുള്ള സ്ഥലത്ത് പോയി. അദ്ദേഹത്തിന് അവിടെ കുറേയധികം ഭൂമിയും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരവിടേക്ക് പോയി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കഥയുടെ ഒരു ഭാഗം. ഇതേ സമയത്ത് ഈ കോ വാഡിസ് എന്നാണ് ഈ കഥയുടെ പേര്. കോ വാഡിസ് എന്ന് പറഞ്ഞാൽ കർത്താവെ അങ്ങ് എവിടേക്ക് പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ജോൺ 13:36 മറ്റോ ഉണ്ട്. അതായത് ക്രിസ്തു ഈ ശ്ലീഹാന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ കഴിയില്ല, പിന്നീട് നിങ്ങൾക്ക് ഒരുപക്ഷെ വരാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ക്രിസ്തു മരണം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുരിശുമരണത്തിനായി പോകുമ്പോഴാണ് അത് പറയുന്നത്. മറ്റുള്ളവർക്ക് ഇപ്പോൾ ഏതായാലും മരണമില്ല, പക്ഷേ പിന്നീട് ഈ അപ്പസ്തോലന്മാർ ഏതാണ്ട് എല്ലാവരും തന്നെ രക്തസാക്ഷികളാവുകയാണ്. ചിലർ കുന്തം കൊണ്ട്, ചിലർ വാളുകൊണ്ട്. ബർത്തലോമോ തൊലി ഉരിഞ്ഞ് കൊല്ലുകയാണ്. അതുപോലെ ഓരോരുത്തരും രക്തസാക്ഷികളായി. അപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ പോലെ തന്നെ വരാൻ പറ്റും എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇതുപോലെ റോമിൽ ക്രിസ്ത്യാനികളെ ഒക്കെ നീറോ മതമർദ്ദനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസാണ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം ആളുകളെ ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തോന്നി, എൻ്റെ ചുമതല ഇവിടെയല്ല, ഞാൻ പുറത്തു പോകുകയാണ് നല്ലത് എന്ന് തോന്നി. അദ്ദേഹം റോമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ക്രിസ്തുവിൻ്റെ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായി. ക്രിസ്തു എതിരെ വരികയാണ്.
അപ്പോൾ ക്രിസ്തുവിനോട് പത്രോസ് ശ്ലീഹ ചോദിച്ചു, നാഥ കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുറത്ത് പോവുകയാണല്ലോ, എൻ്റെ ജനങ്ങൾ അവിടെ കഷ്ടപ്പെടുകയാണ്, അവരോടുകൂടെ പോയി രണ്ടാമതൊരു കുരിശുമരണത്തിന് വേണ്ടി ഞാൻ പോവുകയാണ് എന്ന് പത്രോസിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പത്രോസിന് വലിയ നാണക്കേടായി, വലിയ സങ്കടമായി. അദ്ദേഹം തിരിച്ച് റോമിലേക്ക് പോവുകയാണ്. അങ്ങനെ തിരിച്ച് റോമിലേക്ക് പോയി. ഈ ക്രിസ്ത്യാനികളുടെ കൂടെ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അവർ പറഞ്ഞു, നീറോ പറഞ്ഞു അദ്ദേഹത്തിനെ കുരിശിൽ തൂക്കി കൊല്ലാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, എന്നെ കുരിശിൽ അതുപോലെ കൊല്ലരുത്, കാരണം എൻ്റെ നേതാവ്, എൻ്റെ കർത്താവ്, എൻ്റെ മാസ്റ്റർ മരിച്ചത് കുരിശിൽ തൂങ്ങിയിട്ടാണ്, അതുപോലെ മരിക്കാനുള്ള അർഹത എനിക്കില്ല. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, അതിന് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസ്ലീഹയെ തല ചോട്ടിലാക്കിയിട്ടാണ് കുരിശ് തിരിച്ചു വെച്ചിട്ടാണ് പത്രോസ്ലീഹയെ കുരിശിലേറ്റി കൊന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ മാർട്ടിയറായി, രക്തസാക്ഷിയായി. ഇതുപോലെ തന്നെ സെയിൻറ്റ് പോളും അവിടെ രക്തസാക്ഷിയാകുന്നുണ്ട്. അതോടുകൂടി ഏതാണ്ട് കഥ അവസാനിക്കുകയാണ്. അവസാനം ആയിട്ട് നീറോ, ജനങ്ങളൊക്കെ നീറോക്കെതിരായിട്ട് തിരിഞ്ഞു. അവരൊക്കെ കൊട്ടാരത്തിലേക്ക് ഓടിക്കയറുകയാണ്. അവർ തീർച്ചയായും നീറോവിൻ്റെ മുറിയിലേക്ക് എത്തും. അപ്പോൾ നീറോവിനെ അവർ കൊല്ലും എന്നുള്ള ഘട്ടമായിരുന്നു. അങ്ങനെ ആ നീറോ സൂയിസൈഡ് ചെയ്യുന്നു. കൊടുങ്കാറ്റ് പോലെ, ഭാവാഗ്നി പോലെ നീറോ ഉയരുകയും മറയുകയും ചെയ്തു. എന്നാൽ വത്തിക്കാൻ കുന്നിലെ പത്രോസിൻ്റെ പള്ളി ഇന്നും റോമിനെ ഭരിക്കുന്നു, ലോകത്തെ ഭരിക്കുന്നു. പോട്ട കപ്പേനയ്ക്ക് സമീപമുള്ള ചെറിയ കപ്പേളയിൽ മാഞ്ഞു തുടങ്ങിയ ലിഖിതം ഇന്നും കാണാം. ക്വോ വാദിസ് ഡൊമീനെ. അതോടുകൂടി പിന്നീട് ഗാൽബ എന്നൊരാളെ അവിടെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുകയാണ്. ഇതാണ് ഈ കഥയുടെ അന്ത്യം. പക്ഷേ ഇതിലുടനീളം ഒരു ക്രൈസ്തവ സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ലോകത്തിലെല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, വളരെ താല്പര്യത്തോടു കൂടി വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ക്വോ വാഡിസ് എന്ന ഈ പുസ്തകം. ഈ സിനിമയും അതുപോലെ തന്നെ വളരെ ആകർഷകമായ സിനിമയാണ്. ചെറുപ്പക്കാർ, കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഈ സിനിമ പല പ്രാവശ്യം കാണണമെന്ന് ഞാൻ പറയും. ഒന്നാമത് അതിൻ്റെ ഉള്ളടക്കത്തിനെ പ്രതി, അതിനേക്കാൾ ഉപരി, അതോടൊപ്പം തന്നെ ഇത് കണ്ടാൽ, കുറേ കണ്ടാൽ ഇംഗ്ലീഷ് നന്നാവും, നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് വരും. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കാണണം എന്ന്, ആ ഉദ്ദേശത്തിലെങ്കിലും ഇത് കാണണം എന്ന ഒരഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. റോമായുടെ പതനത്തോടെ തെക്കൻ യൂറോപ്പിലെ ജനങ്ങളുടെ മുൻപിൽ ക്വോ വാദിസ് എന്ന ചോദ്യം ഉയർന്നു വരുന്നതായി തോന്നും. അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള വഴി ക്രിസ്തുമാർഗമാണ് എന്ന് നോവൽ വിശദമാക്കുന്നു. ഒരു പ്രണയകഥയുടെ ഊഷ്മളത കൂടി ഈ കൃതിക്ക് പകർന്നു കൊടുക്കാൻ ഷീൻകെവിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. വിനീഷ്യസും ലിജിയയും പ്രണയബദ്ധരാകുന്നതിലൂടെയാണ് ചരിത്രത്തിൻ്റെ എല്ലിൻകൂടിന് മാദകത്വം നൽകുന്നതിൽ ഗ്രന്ഥകർത്താവ് വിജയിച്ചിട്ടുള്ളത്. സൗന്ദര്യവും യൗവനവും ഒത്തുചേരുന്നിടത്തെ കാൽപ്പനികത ഷീൻകെവിച്ചിൻ്റെ തൂലിക ഹൃദയഹാരിയായി പകർത്തിവച്ചിരിക്കുന്നു. ഒരു ചരിത്ര നോവൽ എന്ന നിലയിൽ ശ്രദ്ധേയമായ ഒരു കൃതിയാണ് ക്വോ വാദിസ്. 1905 നൊബേൽ സമ്മാനം നേടിയ ഷീൻകെവിച്ച് 1916 സ്വിറ്റ്സർലൻഡിൽ വെച്ച് മരണമടഞ്ഞു.